നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദുഃഖവെള്ളി ആചരണത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമാണ് ദുഃഖവെള്ളി. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം തന്റെ സ്വപുത്രനെ ബലിയായി നൽകിയതിന്റെ സ്മരണയിലാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്നും കാൽവരി മലയിലേക്ക് മരക്കുരിശും വഹിച്ച് യഹൂദ പടയാളികളുടെ ക്രൂരപീഡനം ഏറ്റുവാങ്ങിയുള്ള ക്രിസ്തുദേവന്റെ യാത്രയും ഇടതും വലതും കള്ളന്മാർക്കൊപ്പം കുരിശിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങിയതുൾപ്പെടെയുള്ള ദുഃഖകരമായ സ്മരണകളിലൂടെയാണ് ഈ ദിനം ക്രൈസ്തവർ കടന്നുപോയത്. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. രാവിലെ മുതൽ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. കത്തോലിക്ക ദേവാലയങ്ങളിൽ വൈകിട്ട് കുരിശിന്റെ വഴി, രൂപം ചായ്ക്കൽ, ആരാധന തുടങ്ങിയ കർമ്മങ്ങളും നടന്നു. കൂറ്റനാട് സെന്ററിൽ വ്യാപാര സ്ഥാപനത്തിന് നേരെ അതിക്രമം. മുൻവശത്തെ ചില്ല് എറിഞ്ഞു തകർത്തു. കൂറ്റനാട് തൃത്താല റോഡിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം നടന്നത്. കൂറ്റനാട് സെന്ററിന് സമീപത്തെ ട്രെൻഡിവ ഡ്രസ് ഡിസൈൻ ഷോപ്പിന്റെ മുൻവശത്തെ ചില്ലാണ് കല്ലേറിൽ തകർന്നത്. കൂറ്റനാട് മല റോഡ് സ്വദേശി ഷെഫീഖിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. നവീകരണ ജോലികൾ പൂർത്തിയാക്കി ഈ ആഴ്ച തന്നെ തുറക്കാനിരിക്കെയാണ് അക്രമം നടന്നത്. വ്യാഴാഴ്ച രാത്രി 11 മണിവരെ ഉടമയും ജീവനക്കാരും കടയിലുണ്ടായിരുന്നു. ഇവർ പോയതിനു ശേഷമാണ് സംഭവം നടന്നതെന്ന് കരുതുന്നു. കല്ലേറിൽ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. അക്രമത്തിന് ഉപയോഗിച്ച കല്ല് സ്ഥാപനത്തിന് മുന്നിൽ നിന്നും കണ്ടെത്തി. സംഭവത്തിൽ ഉടമ ഷെഫീഖ് ചാലിശ്ശേരി പോലീസിൽ പരാതിപ്പെട്ടു. നമ്മുടെ ഷോപ്പ് പുതിയതായിട്ട് പണിയാൻ പോകും. ഞാൻ ഗുരുവായൂർ ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഷോപ്പിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് രാത്രി 11 മണി വരെ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ രാത്രിയുടെ മറവിൽ ആരോ സാമൂഹികതര തോന്നുന്നത് ഗ്ലാസ് ഒക്കെ എല്ലാം ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥി MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പരുതൂരിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. LDF തൃത്താല നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പരുതൂർ കൊടിക്കുന്നിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ആവാലവിദഗ്ധങ്ങളെയും ചേർത്ത് പിടിച്ച സർക്കാരാണ് LDFന്റേതെന്നും വികസന തുടർച്ചയ്ക്കായി ഇവരെ വീണ്ടും തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബെന്യാമിൻ സൂചിപ്പിച്ചു. ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം എന്നത് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക എന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലുടനീളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 60% BSc നിയമനങ്ങൾ നടത്തിയിട്ടുള്ള സംസ്ഥാനമായി നമ്മൾ മാറുന്നത് അതുകൊണ്ടാണ്. ഇന്ന് പുതിയ പ്രഖ്യാപനത്തിലുമുണ്ട് കേരളത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും കേരളത്തിൽ തന്നെ തൊഴിൽ എന്ന് പറയുന്ന വലിയ വാഗ്ദാനം ഇടതുപക്ഷ LDF മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ അനിവാര്യമായ ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് ഇനി എത്ര കാലം പുറംദേശങ്ങളിൽ പോയി ജീവിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ലോകത്ത് ഒരു ഭാഗത്ത് യുദ്ധങ്ങളുടേതായ അസമാധാനത്തിൻ്റെതായ ഒരു ലോകം വരുമ്പോൾ മറുഭാഗത്ത് തൊഴിൽ നഷ്ടങ്ങൾ AI-യിലൂടെ വലിയ തൊഴിൽ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ രാജ്യക്കാരും അവരവരുടെ പൗരന്മാരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവാസികളോട് കടുത്ത എതിർ നിലപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ അത്തരത്തിൽ പ്രവാസികളോട് കടുത്ത എതിർത്ത് നിലപാടുണ്ടാകുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ ഇവിടെ വളരാൻ പ്രാപ്തരായിരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അവർക്കാണ് സർക്കാർ തൊഴിൽ ഉറപ്പ് നൽകുന്നത്. അവർക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവും. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ 3ാമതും അധികാരത്തിൽ വരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാമൂഹികപരമായ സമാധാനം നിലനിൽക്കാൻ, സാംസ്കാരികപരമായ ഈ ഔന്നത്യം ഇനിയും തുടരാൻ, നമുക്ക് പൊതുവിടങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകാനും ഏത് രാത്രിയിലും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അപരനെ ഭയമില്ലാതെ തിരിച്ചു വീട്ടിലേക്ക് പോകാനും കഴിയാവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ. സാംസ്കാരിക സമ്മേളനത്തിൽ KC അലി ഇക്ബാൽ, ഡോക്ടർ PV രാമൻകുട്ടി, അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, പ്രൊഫസർ P ഗംഗാധരൻ, PK ചെല്ലിക്കുട്ടി, T സുധാകരൻ, ഡോക്ടർ ചന്ദ്രശേഖരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ന് കേരളത്തിൽ ഇല്ലാതായിരിക്കുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി. NDA പട്ടാമ്പി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
കേരളത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം വളരെ ശക്തമായിരിക്കുന്ന കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷത്തിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് SDPയുടെ വോട്ട് കൂടിയേ തീരൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളം ആയിരിക്കാം. അല്ലെങ്കിൽ SDPയുടെ വോട്ട് വേണ്ട, CPM എല്ലാ കാലത്തും പറയുന്നതാണ് വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പുറമെ ഒരു മുഖംമൂടിക്ക് വേണ്ടി പറയുമെങ്കിലും SDPI പോലുള്ള തീവ്രവാദ സംഘടനകളുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് വെക്കാനും വേണ്ട എന്ന് ഉറച്ചു പറയാനുമുള്ള നട്ടെല്ല്, ധൈര്യം ഒന്നും ഇന്ന് കേരളത്തിൽ ഒരു CPM നേതാവിനും ഒരു LDF-കാരനായിട്ടുള്ള നേതാവിനും ഇല്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു സത്യമാണ്. കാരണം കേരളത്തിൽ നമ്മൾ പറയുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ്, ലവ് ജിഹാദാകട്ടെ മറ്റെന്ത് ഇഷ്യൂസും ആകട്ടെ, ആ ഇഷ്യൂസ് എല്ലാം കേരളത്തിൽ ഇല്ല എന്നും കേരളത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല എന്നും കണ്ണടച്ച് ഇരുട്ടാക്കി കൊണ്ട് പറയാണ് ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നും ഇതൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളാണ് എന്നും ഒരു കൂട്ടം പെൺകുട്ടികൾ അപ്പുറത്ത് നിന്ന് പറയാണ്. പക്ഷെ അതിനെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗം ആളുകളുടെ വോട്ടിന് വേണ്ടിയിട്ട്, അവരെ പ്രീണനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തെയും കേരളത്തിന്റെ സത്വത്തെയും കേരളത്തിന്റെ മൂല്യബോധത്തെയും ഒക്കെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളിതുവരെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് നിയോജകമണ്ഡലം മഹിളാ മോർച്ച കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സുമ സത്യൻ അധ്യക്ഷയായിരുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് CP സുജാത, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ്, മറ്റു നേതാക്കളായ C അനിൽകുമാർ, ഗോപി പൂവക്കോട്, P ശ്രീദേവി, ഗിരിജ, രേഷ്മ, ജയലക്ഷ്മി, VC സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിലായിരിക്കെ തൃത്താലയിൽ UDF പ്രവർത്തകർക്ക് ആവേശം പകർന്ന VT ബൽറാമിന്റെ പ്രഭാത നടത്തം. കുമ്പിടി മുതൽ കൂട്ടക്കടവ് വരെ സംഘടിപ്പിച്ച മോർണിംഗ് വാക്കിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ പങ്കുചേർന്നത് പ്രവർത്തകർക്ക് ഇരട്ടി ആവേശമായി. പ്രഭാതത്തിൽ കുമ്പിടിയിൽ നിന്നും ആരംഭിച്ച നടത്തം കൂട്ടക്കടവിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകരാണ് VT ബൽറാമിനും മുനവറലി തങ്ങൾക്കുമൊപ്പം പ്രഭാത നടത്തത്തിൽ പങ്കാളികളായത്. വഴിയോരങ്ങളിൽ കാത്തുനിന്ന വോട്ടർമാരോട് കുശലം പറഞ്ഞും സൗഹൃദം പങ്കിട്ടുമായിരുന്നു യാത്ര. മണ്ഡലത്തിലെ വികസന ചർച്ചകൾക്കൊപ്പം തന്നെ സൗഹൃദങ്ങൾ പുതുക്കാനും ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനുമുള്ള അവസരമായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ജനകീയ ഇടപെടലുകൾ തുടരാനാണ് UDFന്റെ തീരുമാനം. ഓങ്ങല്ലൂർ മരുതൂർ ALP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. ഓങ്ങല്ലൂർ മരുതൂർ ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. മുൻ പ്രധാന അധ്യാപിക ചിന്നമണി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയത്തിലെ 1958 ഞാനിവിടെ വന്ന് ചേർന്നത്. അന്നിവിടെ 5ാം തരം ഉണ്ടായിരുന്നു. 5ാം തരം 2-3 കൊല്ലം 5ാം തരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കേരളത്തിലാകെ 5ാം ക്ലാസ് എടുത്തു പോയതോട് കൂടിയിട്ട് ഇവിടുത്തെ 5ാം ക്ലാസ് എടുത്തുപോയി. പിന്നെ ഡിവിഷൻ ക്ലാസ്സിലാണ് നിലനിന്ന് പോന്നിരുന്നത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വേണുമാഷ് ഇവിടെ സ്കൂളിൽ ചേർന്നു. അങ്ങനെ വേണുമാഷ്, രവീന്ദ്ര മാഷ്, ശോശാമ്മ ടീച്ചറ്, മോമൂട്ടി മാഷ്, അജ്മിൻ ടീച്ചറ്, സ്വയംപ്രഭ ടീച്ചറ്, അത് കഴിഞ്ഞിട്ട് ലളിത, വിജയ കൊടുമുണ്ടെന്ന് ഒരു വിജയ മാഷ്, പിന്നെ ദേവകി ടീച്ചറ്, അത് കഴിഞ്ഞ് അജയ മാഷ്, ഇവരൊക്കെ ഞാനുള്ളപ്പോൾ തന്നെ ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്തു. അങ്ങനെ ഞങ്ങൾ വളരെ നന്നായിട്ട് സ്കൂൾ കൊണ്ടു നടന്നിരുന്നു. ഇപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ട കർമ്മമാണ് എന്നിൽ ഉള്ളത്. വിജയൻ പൂവക്കോട് അധ്യക്ഷനായിരുന്നു. തിയേറ്റർ ആർട്ടിസ്റ്റ് ശ്രീജ അറങ്ങോട്ടുകര മുഖ്യാതിഥിയായി. C അജയൻ, പ്രധാനാധ്യാപിക K അനന്തലക്ഷ്മി, PTA പ്രസിഡന്റ് VP അലി, മാനേജർ A മുഹമ്മദ് റഷീദ്, AM നാരായണൻ, P വേണുഗോപാൽ, ET ഉസ്മാൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുൻകാല അധ്യാപകർ, 80 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ പാചക തൊഴിലാളികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി രക്ഷിതാക്കളുടെ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം റിട്ടയർഡ് ഡയറക്ടർ പ്രിൻസിപ്പാളും പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണുമായ M സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. 100ാം വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കോവിഡ് പോയി, സ്കൂളുകളിലേക്ക് നമ്മുടെ കുട്ടികൾ തിരിച്ചു വന്നു. ഫേസ് ടു ഫേസ് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള അധ്യാപനം തുടങ്ങി, ക്ലാസ് മുറിയിൽ പഠന പ്രവർത്തനങ്ങൾ തുടങ്ങി, ഒക്കെയായി. പക്ഷേ എന്ത് സംഭവിച്ചു?
നമ്മുടെ കുട്ടികളുടെ കയ്യിൽ അന്ന് കിട്ടിയ ആ മൊബൈൽ ഫോൺ വിടാൻ സമ്മതിച്ചോ? ഇല്ല, സമ്മതിച്ചില്ല. വിടേണ്ട ആവശ്യമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട്, അതാണ് ഞാൻ ആഫ്റ്റർ കോവിഡ് ബിഫോർ കോവിഡ് എന്ന് പറയുന്നത്. കോവിഡിന് മുമ്പേ എങ്ങനെയായിരുന്നോ നമ്മുടെ സമൂഹത്തില് നമ്മുടെ കുട്ടികൾ, ഈ LP സ്കൂളിലടക്കമുള്ള കുട്ടികൾ വളർന്നു വന്നിരുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള PTA പ്രസിഡന്റ് VP അലി അബ്ദുഷ്ണായിരുന്നു. സ്കൂൾ പത്രത്തിന്റെ പ്രകാശനം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി VN പ്രസാദ് നിർവഹിച്ചു. P വേണുഗോപാലൻ, സുമയ്യ, AK ഷമീന, മുഹമ്മദ് മുഷ്താഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. പട്ടാമ്പി GMLP സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി SHO KV ജിനേഷ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി GMLP സ്കൂളിന്റെ 121ാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ SHO KV ജിനേഷ് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ ജോലികളും ഒക്കെ നേടിയിട്ടുള്ള മഹാന്മാരും മഹതികളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം. അവരുടെയൊക്കെ ബേസ് ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാലയമാണ് തീർച്ചയായിട്ടും പട്ടാമ്പിയിലെ ഈ GMLP സ്കൂൾ. മുമ്പ് പറഞ്ഞു, ഇത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ മാറിപ്പോകേണ്ടതായിരുന്നു. എല്ലാവരും മാഞ്ഞു പിടിച്ചു. വീണ്ടും ഒരു പുനർജന്മം എന്നോണം അതിനെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയൊരിക്കൽ കൂടി മാറിപ്പോകാനോ മാഞ്ഞു പോകാനോ നമ്മൾ ഒരിക്കലും നമ്മുടെ GMLP സ്കൂളിനെ സമ്മതിക്കരുത്. അതിന് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സ്കൂളിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും, അതോടൊപ്പം തന്നെ കുട്ടികൾ ഉണ്ടായാലാണ് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ വിദ്യാലയത്തിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ ശ്രമം. പൂർവ്വ അധ്യാപകരായ ഇന്ദിര, സൈറ ബാനു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് മൻസൂർ കുന്നത്തേതിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക രേഖ, ഡോക്ടർ T അബ്ദുള്ളക്കുട്ടി, മുരളീധരൻ വെള്ളേരിമഠം, സക്കീർ ഹുസൈൻ, ലതാകുമാരി, സരസ്വതി, ജെറിൻ, മുത്തുക്കോയത്തങ്ങൾ, കോയ മലബാർ, അബുട്ടി, വിനോജ്, ജംഷീല തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.